ഹായ് ഓൾ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം സെപ്റ്റംബറിൽ നടത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. എല്ലാ വർഷത്തെയും പോലെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ നടത്തുമോ? അപ്ഡേറ്റ്സ് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് കാണുന്നതിന് മുമ്പ് തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 വിദ്യാർത്ഥികളുടെ ആവശ്യം എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ നടത്തണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. വി വാണ്ട് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് പല വിദ്യാർത്ഥികളും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ വേണം, ഞങ്ങൾക്ക് നീതി വേണം എന്നൊക്കെ പറഞ്ഞ് പല വിദ്യാർത്ഥികളും കമൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികളുടെ ആവശ്യം സെപ്റ്റംബറിൽ നടത്തണം. ഞങ്ങൾക്ക് മാർച്ചിൽ എന്ത് ചെയ്യേണ്ട, ഇംപ്രൂവ്മെൻറ്റ് എക്സാം വേണ്ട, ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ തന്നെ നടത്തിയാൽ മതി എന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. എന്നാൽ എല്ലാ വർഷത്തെയും പോലെ നടത്തുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ നിലവിലെ അറിയിപ്പുകൾ പ്രകാരം നടത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സെപ്റ്റംബറിൽ നടത്തില്ലെന്ന് ഉറച്ചു നിന്നുകൊണ്ട് മാർച്ചിലാക്കുമെന്നുള്ള നിലപാടിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയൊക്കെ പരാതി വന്നതിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു, സെപ്റ്റംബറിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഈ വർഷവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിന് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പരാതിയുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ പരാതി വിജയിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ കൂടുതൽ പേരും ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ നടത്തുന്നതിനെ അനുകൂലിക്കുകയാണെങ്കിൽ, പ്രിയ വിദ്യാർത്ഥിനി, നിങ്ങളതിനെ അനുകൂലിക്കുകയാണെങ്കിൽ ഒരു 90% നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ നടത്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾ അവർ പരാതി കൊടുത്ത് അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട് പരാതിയും കൊടുത്ത് ശബ്ദമുയർത്തി നേടിയെടുത്തതാണ്. കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെൻ്റ് എഴുതിയ വിദ്യാർത്ഥികളും നിങ്ങളെപ്പോലെ എന്ത് തന്നെയാണ്, അവരും മാർച്ചിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതേണ്ടവരായിരുന്നു. പക്ഷേ അവർ ശബ്ദമുയർത്തിയത് കാരണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു, അവരുടെ ആവശ്യം അംഗീകരിക്കുകയും ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ നടത്തുകയും ചെയ്തു. ഈ വർഷത്തെ വിദ്യാർത്ഥികൾ നിങ്ങളെന്ത് ചെയ്യുക, പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെടുക, നിങ്ങളുടെ അധ്യാപകരോട് ആവശ്യപ്പെടുക, നിങ്ങളുടെ രക്ഷിതാക്കളോട് ആവശ്യപ്പെടുക. ഏറ്റവും കൂടുതലായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ എന്ത് ചെയ്യുക, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന് DHSC വിദ്യാർത്ഥികൾ വിളിക്കുക, ഞങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം നേരത്തെ നടത്തണമെന്ന് വിദ്യാർത്ഥികൾ പറയുക. കൂടുതൽ വിദ്യാർത്ഥികൾ അനുകൂലിക്കുകയാണെങ്കിൽ, കൂടുതൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ വന്നേക്കാം. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ തിരിച്ചു പിടിച്ചത്, അതായത് മാർച്ചിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ വർഷം മാർച്ചിലേക്ക് കൊണ്ടുപോയ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾ തിരിച്ചു പിടിച്ചത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെന്ത് ചെയ്തോളുക, പരാതി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, പ്രിയ വിദ്യാർത്ഥിനി, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം വിജയിക്കും. ഞങ്ങൾക്ക് നീതി വേണം എന്ന് നിങ്ങൾ ഉറക്കെ പറഞ്ഞോളുക. തീർച്ചയായും നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ. മൈ നെയിം ഈസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടെക്, ദ ബെസ്റ്റ് കരിയർ ഗൈഡൻറ്റ്. എൻ്റെ പിന്തുണ നിങ്ങൾക്കൊപ്പം.